ഹലോ ഡാ കിട്ടിയോ? എടാ ഇവിടെ കടയൊക്കെ അടച്ചിരിക്കുക. സമയം 10:30 വൈകുന്നേരം തൊട്ട് പറയുമല്ലേ ഞാൻ തന്നെ പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നു പണ്ടാരം. എടാ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിലായി ഞാൻ ഇത് പറഞ്ഞു തരില്ല, ഞാൻ വിട്ടുപോയതാ. കണ്ട പെമ്പിള്ളാരുടെ കൂടെ പോകുന്നതായിരിക്കുമല്ലോ അത്യാവശ്യം. നീ ഒന്ന് വച്ചിട്ട് പോയേണ്ടി ചൊറിയാണ്ട്. ശ്രേയ അവളെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ ശ്രേയ, എടി നീ നോ പറയരുത്. എനിക്ക് അർജന്റായിട്ടൊരു കേക്ക് വേണം. നീ വീട്ടിൽ ബേക്ക് ചെയ്യാറുള്ളല്ലേ? ഈ നേരത്തോ? നീ ഒന്ന് പോയേ. എടാ പ്ലീസറാ. എടാ ഞാനാണെങ്കിൽ എന്റെ തറവാട്ടിലാ, ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. എടാ ഇവിടെ ലേറ്റ് ആയതുകൊണ്ട് കടയൊക്കെ ഫുൾ ക്ലോസ്ഡ് ആണ്. ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. വല്ല പെമ്പിള്ളാരെ ബർത്ത്ഡേക്ക് കൊടുക്കാനായിരിക്കും. എടാ അല്ലടാ, അച്ഛന്റെ അമ്മേരെ വെഡിങ് ആനിവേഴ്സറി ആണ്. അനിയത്തി അവിടെ എല്ലാ പരിപാടിയും സെറ്റാക്കി വെച്ചേക്കാ. ഞാൻ ഈ കേക്ക് ഇല്ലാണ്ട് അവിടെ പോയി കഴിഞ്ഞാല് അവൾ എന്നെ പിടിച്ചു തിന്നു. എടാ നിനക്ക് കുറച്ച് മുന്നേ പറഞ്ഞൂടായിരുന്നോ? എടാ എനിക്കിപ്പോ ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോകാൻ പറ്റിയൊന്നുമില്ല. നീ ഇപ്പൊ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ? ഒരു കാര്യം ചെയ്യ്, ഞാൻ നമ്പർ തരാം, നീ ഒന്ന് വിളിച്ചു നോക്ക്. പിന്നെ ഈ സമയത്ത് വിളിച്ച ചാൻസ് ഉണ്ടാവും അറിയത്തില്ല, പക്ഷെ എന്നാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആൾക്ക് ഈ ബോറടിക്കുമ്പോഴേ കേക്ക് ഉണ്ടാക്കുന്ന ഹോബി ഉണ്ട്. ഓക്കേടാ, ഓക്കെ ഓക്കെ. നീ എന്തായാലും വാട്സാപ്പിൽ നമ്പരും ലൊക്കേഷനും ഇട്ടേക്കണേ. നോക്കാം. ഓക്കേടാ, താങ്ക് യു. ആ നമ്പരും ലൊക്കേഷനും കിട്ടി, വിളിച്ചു നോക്കാം. ഈശ്വരാ, ബോറടിച്ചിരിപ്പാവണേ. അവന്തിക, ഞാൻ ശ്രേയ. താനോ? ശ്രേയോ? അല്ല, ഞാൻ ശ്രേയയുടെ ഫ്രണ്ടാണ്. ഞാൻ കേക്ക് നമ്പർ തന്നിരുന്നു, വിളിച്ചിരുന്നു. ഒരു കേക്ക് വേണമായിരുന്നു. ഡീറ്റെയിൽസ് അയച്ചാൽ മതി, നാളെ വൈകുന്നേരത്തേക്ക് ശരിയാക്കാം. വിളിച്ചിട്ട് വന്നാൽ മതിയേ. അതല്ല, ഇന്ന് രാത്രി കട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. അല്ല അത് ഇപ്പൊ എന്തായാലും പറ്റില്ല, ചെല്ല്. അല്ല, കുറച്ച് അർജന്റ് ആയോണ്ടായിരുന്നു. ബ്രോ, ഒന്നാമത് അമ്മ ഇവിടെ ഇല്ല, പിന്നെ എനിക്കിപ്പോ കേക്ക് ഉണ്ടാക്കാനുള്ള മൂടൊന്നുമില്ല. ഇപ്പൊ എന്തായാലും നടക്കില്ല ബ്രോ. അല്ല, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. തനിക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അല്ല നീ വട്ടി പിടിപ്പിക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ, തിരക്കിൽ വിട്ടുപോയി. എല്ലാ പ്ലാനും ചെയ്തത് ഞാനാണ്, നീ അല്ല. നിനക്ക് ഈ ആനിവേഴ്സറി എന്താണെങ്കിലും അറിയായിരുന്നാ? ഇല്ലല്ലോ. വച്ചിട്ട് പോയേ, ഞാൻ എന്തെങ്കിലും വഴി വേണം നോക്കട്ടെ. തനിക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അല്ല നീ വട്ടി പിടിപ്പിക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ, തിരക്കിൽ വിട്ടുപോയി. എല്ലാ പ്ലാനും ചെയ്തത് ഞാനാണ്, നീ അല്ല. നിനക്ക് ഈ ആനിവേഴ്സറി എന്താണെങ്കിലും അറിയായിരുന്നാ? ഇല്ലല്ലോ. വച്ചിട്ട് പോയേ, ഞാൻ എന്തെങ്കിലും വഴി വേണം നോക്കട്ടെ. ഡബിൾ ചാർജ് ആവും. എത്ര വേണമെങ്കിലും തരാം, അഭിമാന പ്രശ്നമാണ്. വാ. അല്ല, ഞാൻ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളാം. ഞാൻ വരാം. അതെ,
കുറച്ച് സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാവോ? സ്നേഹത്തോടെ കൈകാര്യം ചെയ്തെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുമൊന്നുമില്ല, പൈസ കുറയുമില്ല. എത്രാമത്തെയാ എന്തേ? വെഡിങ് ആനിവേഴ്സറി. ആ 30ാമത്തെ. മനുഷ്യനോട് ഒരെണ്ണം തന്നെ 6 മാസം തേക്കാൻ പറ്റുള്ളൂ. അല്ല, കയ്യിലാക്കണ്ട, ഞാൻ എടുത്തു തരാം. സോറി, ഇയാളുടെ മൂഡിട്ടും ശരിയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. ആക്ച്വലി ഇത് സ്പെഷ്യൽ ആക്കണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര എഫേർട്ട് എടുക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഞങ്ങളങ്ങനെ ആഘോഷിച്ചിട്ടില്ല. എന്നാ ഞാൻ തനിക്ക് സ്പെഷ്യലല്ലേ വേണ്ടേ? ഒരൊറ്റ സപ്ലി പോലും ഇല്ലാതെ എഞ്ചിനീയറിംഗ് പാസ്സായ ഞാൻ കേക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് വെറുതെ ഞാൻ തോന്നുന്നു. എഞ്ചിനീയർ ആണോ? എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. ദിസ് ഇസ് മൈ പാഷൻ. അതെന്തായാലും കാര്യമായി. ഇങ്ങനെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കിട്ട് അതൊരു പേസ്റ്റ് പരുവത്തിലായി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിനെ മാറ്റി പതിയെ ഓവനിലേക്ക് എടുത്തു വെച്ച് കുറേ നേരം കാത്തിരുന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ആൾക്കാർ പിന്നെ എപ്പം നല്ലൊരു കേക്ക് കഴിക്കണം എന്ന് ഓർക്കുമ്പോഴും നമ്മൾ ഓർക്കും അന്ന് അവധിക്കിരുന്ന് മേടിച്ച കേക്കിന്റെ അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനെയല്ലേ? അത് തന്നെ. But sometimes I feel like a failed engineer. അല്ല, ഇത്രയും കാലമായിട്ട് എന്താ ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞാൻ? അച്ഛൻ 29 കൊല്ലം പുറത്തായിരുന്നു. ആനിവേഴ്സറി സമയത്ത് അച്ഛന് ലീവ് കിട്ടൂല, അച്ഛന് ലീവ് കിട്ടുമ്പോൾ ആനിവേഴ്സറി ഉണ്ടാവില്ല. ഇത് രണ്ട് സംഭവിക്കുമ്പോഴേക്കും ഞാനും നിത്യം വീട്ടിലുണ്ടാവില്ല. അപ്പോ ഇതവർക്ക് സർപ്രൈസ് ആണോ? അതെ അതെ. എന്നാലും 29 വർഷത്തെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേരുവകളൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് കൃത്യമായ സമയത്ത് ആവശ്യമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റ് കേക്ക് കിട്ടൂലേ? അതേസമയം നമ്മൾ ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് കെയർലെസ് ആയിട്ട് കേക്ക് എറിഞ്ഞു പോകും. കുറെ കേക്ക് കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 1-2 കരിഞ്ഞിട്ടുണ്ട്. എനിക്കിതുവരെ ഈ ലവിന്റെ റെസിപ്പി പിടികിട്ടിയിട്ടില്ല. ലാസ്റ്റ് റിലേഷൻഷിപ്പിൽ എല്ലാം ഓക്കെ ആയിരുന്നു. ഇൻഫാക്ട് പെർഫെക്റ്റ്. ഇൻഗ്രീഡിയൻസ്, ടൈമിങ്, ടെമ്പറേച്ചർ. എന്നിട്ടും കേക്ക് കരിഞ്ഞു പോയി. മേ ബി ലവിന് അങ്ങനെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ഇല്ലായിരിക്കും. അതിങ്ങനെ നമുക്ക് വേണ്ട പോലെ ഓൺ ദ ഗോ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണെങ്കിലോ? എങ്ങനെ? മധുരം കുറഞ്ഞു പോയാ കുറച്ചുകൂടെ പഞ്ചസാര ഇടുന്ന പോലെയോ? മധുരം കൂടിപ്പോകുമ്പോഴേ നമ്മൾ ഈ ഉപ്പിട്ട് ബാലൻസ് ചെയ്യുന്ന പോലെ. റെഡി. ഇനി ഓവനിൽ വയ്ക്കാം. ഓക്കെ, സെറ്റ്. എന്തുപറ്റി? ഇതെന്താ ഓണാവാത്ത? പണി പാളിയാ. ഞാനും നോക്കട്ടെ.
ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നാ സുമ്മാവാ. ഒരു 25 മിനിറ്റ് കൊണ്ട് റെഡിയാവും. സെറ്റ്. So, engineering is your passion? Yeah, I love fixing things. Do you fix humans too? No, humans are very complicated. എന്തുപറ്റി? ഒരു കോംപ്ലിക്കേറ്റഡ് ഹ്യൂമൻ ഓർത്തതാ. എന്താ ഹ്യൂമന്റെ പേര്? വിഷ്ണു. ബ്രേക്കപ്പ്? ബ്രേക്കപ്പ് ഒരു സീനാണ്. ബ്രേക്കപ്പ് തന്നെയും കുഴപ്പമില്ല, ഒരു പ്രോപ്പർ ക്ലോഷർ കിട്ടിയില്ല. ഇപ്പോൾ ഒരു 4 മാസമായി. ഇങ്ങോട്ട് വിളിയില്ല, അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയില്ല. ഓ, ഈ പോയവരെ തിരിച്ചു വരുമെന്ന് ഓർത്ത് കാത്തിരിക്കണോ, നമ്മളും അവരെ പോലെ സ്വന്തം കാര്യം നോക്കി മൂവ് ഓൺ ആവണോ എന്നുള്ള അത് മനസ്സിലാവാത്തൊരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ട്. നല്ല രസം. യു വിൽ ഗെറ്റ് ഓവർ ഇറ്റ്. എവിടെ, ഇപ്പം അവൻ്റെ മെസ്സേജ് വന്നാൽ സ്പോട്ടിൽ ഞാൻ റിപ്ലൈ കൊടുക്കും. ടഫ് ആണല്ലേ? യാ. പക്ഷേ ഒരു ദിവസം വരും, നമ്മളന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദിവസം നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരാളുടെ കോള് വരും. അന്ന് അത് കണ്ട് നമ്മൾ പെട്ടെന്ന് ചാടിയെടുക്കാണ്ട് കുറച്ച് നേരം നമ്മൾ ആ ഫോൺ റിങ് ചെയ്ത് നോക്കി നിൽക്കണം. അങ്ങനെ റിങ് ചെയ്ത് ആ കോള് നിൽക്കുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കണം. അപ്പം മനസ്സിലാക്കിയോ നമ്മൾ മൂവ് ഓൺ ആയെന്നുള്ളത്? എന്നിട്ട് എന്തോന്ന്, നമ്മൾ നമ്മളെ പൊടി നട്ടി പോവും. ആയിട്ടുണ്ട്. എടുക്കാം. നിലാവത്ത് കണ്ട കിനാവാണേ, ഈ കാറ്റും കോളും കളിയാണേ, ശൈത്താന്റെ ദുനിയാവാണേ, കൽബും കരളും കളവാണേ. നിലാവത്ത് കണ്ട കിനാവാണേ, ഈ കാറ്റും കോളും കളിയാണേ, ശൈത്താന്റെ ദുനിയാവാണേ, കൽബും കരളും കളവാണേ. കടൽ കാറുമഴ കണ്ട് തീർന്ന തിരികെ, തിരതിരം കര വൻകടൽ തീരുന്നിവിടെ. നിലാവത്ത് കണ്ട കിനാവാണേ, ഈ കാറ്റും കോളും കളിയാണേ, ശൈത്താന്റെ ദുനിയാവാണേ, കൽബും കരളും കളവാണേ. എത്ര മണിക്കാ ഷോ? 11 മണിക്ക്. എന്നാ നീ പോയിട്ട് വാ, കഴിയുമ്പോൾ വിളിക്ക്. ഓക്കേടാ. ആ ഓക്കെ, ശരി. ഒരു ദിവസം വരും, നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരാളുടെ കോള് വരും. അന്ന് അത് കണ്ട് നമ്മൾ പെട്ടെന്ന് ചാടിയെടുക്കാണ്ട് കുറച്ച് നേരം നമ്മൾ ആ ഫോൺ റിങ് ചെയ്ത് നോക്കി നിൽക്കണം. ആ കോള് നിൽക്കുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കണം. അപ്പം മനസ്സിലാക്കിയോ നമ്മൾ മൂവ് ഓൺ ആയെന്നുള്ളത്?
എന്താണ് മോനെ ഒരു പ്രേമച്ചിരി? എന്തോന്നു പ്രേമച്ചിരി. ദേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. നീ ഇതിന്റെ പണിക്ക് പോയേ? നമ്മളൊന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. അവളുടെ ഓരോ കണ്ടുപിടുത്തം. കണ്ണിൽ കണ്ണിൽ നോക്കും നേരം ഉള്ളിൽ തിങ്ങി നിറയുന്നതെന്തോ ഇതെന്തോ എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളിത്തുളുമ്പുന്നതെന്തോ ഇതെന്തോ ഞാനനഞ്ഞ വഴിയരികുകൾ പൂവാൽ മൂടി ഞാൻ മറന്ന പ്രിയ വരികളിൽ തേൻ പോകി നീ കണ്ണിൽ കണ്ണിൽ നോക്കും നേരം ഉള്ളിൽ തിങ്ങി നിറയുന്നതെന്തോ ഇതെന്തോ എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളിത്തുളുമ്പുന്നതെന്തോ ഇതെന്തോ വിമുഖമായൊരേ കടൽ തിരഞ്ഞിടുന്നു ഞാൻ വിലോലമോഹമായി മുതിർന്നു ചാഞ്ഞു കണ്ണിൽ കണ്ണിൽ നോക്കും നേരം ഇതെന്തോ ഞാനലഞ്ഞ വഴിയരികുകൾ പൂവാൽ മൂടി ഞാൻ മറന്ന പ്രിയ വരികളിൽ തേൻ തൂകി നീ ഇതെന്തോ എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളിത്തുളുമ്പുന്നതെന്തോ ഇതെന്തോ ചിരിയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. എന്താ മോനെ, പ്രേമം വല്ലതും ആണോ? ഏയ്, 2 ആഴ്ച ചാറ്റ് ചെയ്യുമ്പോഴേക്കും വീഴാൻ മാത്രം ലോലനല്ല ഈ ശ്രീഹരി. നോ. പിന്നെ എന്തിനാ ഈ പൊട്ടനെ പോലെ ചിരിക്കണത്? ദേ, ഒരുപാട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കരയേണ്ടി വരും, അറിയാലോ. ഇനി അവക്കും ഇഷ്ടമാണെങ്കിലാ. അതിമോഹമല്ലേ, അവളുടെ എക്സിന്റെ ഫോട്ടോ നീ കണ്ടല്ലേ? അവന് കണ്ണുതട്ടായിരിക്കാൻ വയ്ക്കാൻ കൊള്ളാം നിന്നെ. അല്ലെങ്കിലും ഈ ഇഷ്ടം എന്ന് പറയണത് ഒരു ക്യാരക്ടറിലാണ്, അല്ലാതെ ഈ ലുക്കിലൊന്നുമല്ല. പക്ഷെ എന്നാലും റിസ്ക് എടുക്കണ്ട. ഇപ്പൊ എന്താ ചെയ്യാ? അനിയത്തി, അവൾക്കാകുമ്പോ ഈ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അറിയാൻ പറ്റും. അവളോട് ചോദിക്കാം. വെട്ടിക്കേറ്റാണ്. കൊറേ നാളായിട്ട് ആലോചിക്കായിരുന്നു എന്റെ അനിയത്തേക്ക് എന്തെങ്കിലും മേടിച്ചു തരുന്നുള്ളത്. എന്തോ കാര്യം സാധിക്കാണെന്ന് മനസ്സിലായി. ഈ ചിക്കൻ തരുന്നൊരു സമയമുള്ളൂ. എന്താ വെച്ചാ വേഗം പറഞ്ഞു. ശാപം. പെട്ടെന്ന് പറ, ടൈമർ ഇപ്പൊ തീരുവേ. എടാ, അതെ, ഞാനൊരു പെണ്ണെ കണ്ടുപിടിച്ച് 2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോഴേക്കും അവൾ കരണം നോക്കി അടിച്ചാ? എടാ, അതല്ലടാ. പിന്നെ എടാ, ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടായി. എപ്പോഴും വിളിക്കും, മെസ്സേജ് അയക്കും. അവളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ്, എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് എല്ലാം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സെറ്റാണ്. പക്ഷേ അവൾക്ക് വേറെ സെറ്റായോ? നിന്റെ കരുനാക്ക് വളക്കല്ലേ? പിന്നെ ആ രാധി ഒരു തുടക്കം ഇടും എന്നാണ് ഒരു ഡൗട്ട്. എന്ത് തുടക്കം? എടാ, അതായത് നമുക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആരാദ്യം ആ ഇഷ്ടം തുറന്നു പറയും എന്നുള്ളതാണ് ഒരു ഡൗട്ട്. അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് ഇഷ്ടമാണോന്ന് എന്താ ഇത്ര ഉറപ്പ്? എടാ, അത് നമ്മള് ഭയങ്കര കമ്പനിയാണ്. എപ്പോഴും സംസാരിക്കും, എല്ലാം ഷെയർ ചെയ്യും. എന്റെ പൊന്നും മണ്ടൻ ചേട്ടാ, ഈ പെമ്പിളയുടെ സ്വഭാവം അറിയാത്തോണ്ട ഈ ഞാൻ തന്നെ എത്രയോ പേരോട് നല്ല കമ്പനി വൈബൊക്കെയാണ്. എന്താ വെച്ചാൽ എല്ലാവരുടെ അടുത്ത് എനിക്ക് പ്രേമവും ക്രഷൊക്കെ ഉണ്ടെന്നാണ്. അല്ല, അപ്പോ നിങ്ങൾ എന്റെ ചേട്ടനാന്ന് പറയാൻ പോലെ എനിക്ക് നാണക്കേട് തോന്നുന്നു. എടാ ചേട്ടാ, ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഒരു നമ്പറല്ലേ?
ഇപ്പൊ സെറ്റ് ആവും എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ സെറ്റ് ആവില്ല. ഈ ലോകത്ത് നിന്നെ പോലെ കുറെ ഉടായ്പ പെണ്ണുകൾ മാത്രമല്ല, കുറെ നല്ല മനസ്സുള്ള പെൺപിള്ളേരുണ്ട് അവളെ പോലെ. നോക്കിയിരിക്കത്തേ ഉള്ളൂ. KFC പോയുള്ള മൂടും പോയി. അതിരിക്കട്ടെ, ആരാ കക്ഷി? നിന്റെ കുഞ്ഞമ്മ. പറ എന്റെ സാറേ. എന്നാ ഞാൻ പറയട്ടെ. ആര്? ആ കേക്ക് തന്നിട്ട് ചേച്ചിയല്ലേ? എടി ഭയങ്കരി, നിനക്ക് എങ്ങനെ മനസ്സിലായി? കാര്യം നിന്റെ അനിയത്തൊക്കെ ആണെങ്കിലും എനിക്ക് കുറച്ച് വിവരമൊക്കെ ഉണ്ട്. ആ എങ്ങനെയുണ്ട്? കാര്യം കാണാൻ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ട്. ഉണ്ട്, അതല്ലേ ഉടായിപ്പല്ല. അതുപോലെ ഞങ്ങൾ നല്ല മാച്ചുമാണ്. ആ അതാ എന്റെ ഡൗട്ട്. എന്ത്? ഈ മാച്ചാണോ? എന്തോടാ അവള് വിളിക്കുന്നു? പൊരുത്തം കണ്ട ഒന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഹലോ ഹലോ, ബിസിയാണോ? ഏയ് താനല്ലേ 2 ദിവസമായിട്ട് ഫുൾ ബിസി. കോളൊന്നുമില്ല, മെസ്സേജ് ആയപ്പോ മാത്രം. അതെ, നാളെ ഒന്ന് കാണാൻ പറ്റുമോ? നേരിട്ടോ? ബുദ്ധിമുട്ടാവോ? ഏയ് എന്ത് ബുദ്ധിമുട്ട്, ഞാൻ ഫ്രീ ആണ്. അപ്പോ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇട്ടേക്കാം. എന്താ കാര്യം? എന്താ എന്നാലും? ഒരു കാര്യമുണ്ട്, അത് ഞാൻ നേരിട്ട് പറയാം. ആ ഓക്കെ ശരി എന്നാ. ഓക്കെ, അപ്പൊ ബൈ, നാളെ കാണാം. ഇനി പ്രപ്പോസ് ചെയ്യാനായിരിക്കും. ഞാൻ പൊളിക്കുന്ന ആളാ. അവന്തിക, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവന്തിക, ഐ തിങ്ക് ഐ ലവ് യു. അയ്യ, ഐ തിങ്ക് ഐ ലവ് യു വച്ചിട്ട് പോടെ വന്ന് അവന്റെ തൊരിഞ്ഞ പ്രപ്പോസൽ. യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. അല്ല, ഇതിപ്പോ അവളല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, അപ്പൊ അവളല്ലേ ഇങ്ങോട്ട് പറയേണ്ടത്. ചിലപ്പോ അവക്ക് പറയാൻ മടിയുണ്ടെങ്കിലാ. ആരെങ്കിലും പറഞ്ഞ പോരെ, നമുക്ക് കാര്യം നടന്നാ പോരെ. എന്തായാലും റിഹേഴ്സൽ ചെയ്യാം. അവന്തിക, ഇത് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞാല് താൻ എന്നോട് ഗോസ്റ്റ് കളിക്കുകയും ചെയ്യരുത്. ഐ നോ ഐ ഡോണ്ട് ഡിസേർവ് ദിസ്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയിൽ എനിക്ക് റിയാലിറ്റിയിലോട്ട് വരാൻ പറ്റുന്നില്ല. ചിലപ്പോൾ തന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നോർമലാകാൻ പറ്റുമായിരിക്കും. ഐ തിങ്ക് ഞാൻ വീണു, ശരിക്കും വീണു. അല്ലെങ്കിൽ ഇത്രയും ക്രഞ്ചിന്റെ ആവശ്യമില്ല. കാര്യം പോലെ അങ്ങ് പറയാം, ധൈര്യത്തോടെ, ചങ്കൂറ്റത്തോടെ. ബാക്കി വരുന്നിടത്ത് കാണാടേ, വരുന്നിടത്ത് കാണാല്ലേ. തനിക്കെന്താ ഒരു വെപ്രാളം? രാവിലെ തൊട്ട് പ്രഷർ കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നു. നീ എന്തോ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞേ? ആ, കുറച്ച് വെയിറ്റ് ചെയ്യ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അത് ആദ്യം പറയട്ടെ. ഒരു മിനിറ്റ്. ഹലോ, എത്താറായോ? ആ, ഞങ്ങളിവിടെ ഉണ്ട്, എത്തുമ്പോൾ വിളിക്കേ. ആ ശരി ശരി. വിഷ്ണുവാണ്, അവനിങ്ങോട്ട് വരുന്നുണ്ട്. എക്സ്? ആ, അവസാനവും വിളിച്ചു. 2 ദിവസമായി ഇപ്പൊ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സർപ്രൈസ് ആയില്ലേ? പിന്നെ താനെന്ന് പറഞ്ഞില്ലേ ഒന്ന് സംസാരിച്ചാൽ തീർന്ന പ്രശ്നം ഉണ്ടാവുമെന്ന്. റിലേഷൻഷിപ്സിനൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നുണ്ടെന്ന്. അതെനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. ആൻഡ് താങ്ക്സ് ടു യു. അതുകൊണ്ടാ അവനെ കാണുമ്പോൾ താനും ഉണ്ടാവണം തോന്നി. ആ ഹലോ, ആ ഞങ്ങളിവിടെ ഉണ്ട്, കയറി പോരെ. ആള് വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഹായ്. ഹായ്, ശ്രീഹരിയാണോ? ആ, ഇവിടെ ഇരിക്കാം.
നിനക്കൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പെട്ടെന്ന് പോയേ? പോയി. ആള് ഫോട്ടോയ്ക്ക് ലുക്കാണല്ലോ, സിനിമാനെ പോലെ ഉണ്ട്. അതെ, നല്ല ആക്ടറാ. പക്ഷെ എൻ്റെ അടുത്ത് ഇനി അഭിനയിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏ നമ്മളിങ്ങനെ വീണ്ടും ഇരിക്കുന്നു വിചാരിച്ചില്ല അല്ലേ? ഡു യു നോ ഹൗ മച്ച് ഐ മിസ് യു? എന്നിട്ടാണോ കഴിഞ്ഞ 4 മാസമായിട്ട് എൻ്റെ കോൾസ് ഒക്കെ അവോയ്ഡ് ചെയ്തത്? ഐ വാസ് സോ ഡൗൺ ഇൻ മൈ ലൈഫ്. അതൊക്കെ പോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ കേക്കിൻ്റെ പേജിന് കുറേ ഫോളോവേഴ്സൊക്കെ ആയല്ലോ. നമുക്കതൊരു ഷോപ്പ് ഇട്ട് നമുക്ക് നല്ല പ്രോപ്പർ ബിസിനസ് ആക്കണം. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് നീ എപ്പോഴും കളിയാക്കാറായിരുന്നല്ലോ. ജോബൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ പണിക്ക് പോകണേന്ന് പറഞ്ഞിട്ട്. ഇപ്പം തോറ്റി. പണ്ട് പറഞ്ഞ തമാശക്ക് ഇപ്പോഴും ഓർത്തിരിക്കുകയാണോ? പിന്നെ ലൈഫ് ഡൗൺ ആയിരുന്ന സമയത്ത് ആശ്വസിപ്പിക്കാൻ അഞ്ജനായിരുന്നു അല്ലേ കൂടെ? ഏതഞ്ജന? അഭിനയിച്ച ചാവണ്ട, എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാ അഞ്ജന. ഞാനെല്ലാം അറിഞ്ഞായിരുന്നു. അപ്പൊ കോള് വന്നപ്പോ എടുത്തു എന്ന് പറഞ്ഞത്? ചുമ്മാ. ഇനിയും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. വിട്ടോ. അനിയത്തി പിന്നെ അന്വേഷിച്ചായിരുന്നു? ആണോ? ഞാനും അന്വേഷിച്ചു എന്ന് പറ. അല്ല, താൻ നേരത്തെ എന്തോ പറയാൻ വന്നില്ലേ? അത് അത് അതിപ്പോ പറയണോ? പറയടോ. അനിയത്തിയുടെ ഓരോ കണ്ടുപിടുത്തങ്ങളാ. തെളിച്ചു പറ, എന്താ? അത് അനിയത്തി പറയുന്നത് ഞാൻ ഈയിടെയായിട്ട് പൊട്ടനെ പോലെ ചിരിക്കുന്നു എന്നുള്ളത്. പിന്നെ ഞാനതിനെ പറ്റി റിസർച്ച് നടത്തിയപ്പോൾ പഠനങ്ങൾ പറയുന്നത് 2 ആഴ്ച കൂടിക്കുന്ന ചിരിയാണെങ്കിൽ അത് പ്രേമത്തിന്റെ ലക്ഷണമാണെന്നാ. പ്രേമച്ചിരി. ആണോ? ആ, വീഡിയോ കോൾ ചെയ്യുമ്പോ ഞാനും ശ്രദ്ധിച്ചായിരുന്നു. എന്ത്? ഈ പഠനം പോലത്തെ ചിരി. പ്രേമച്ചിരിയല്ലേ? എക്സാക്ട്ലി. പ്രശ്നമായോ? പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു കേക്ക് ഉണ്ടാക്കിയാലോ? എങ്ങനെ? ഈ മധുരം കുറയുമ്പോ പഞ്ചാര ഇട്ട്? അല്ല, മധുരം കൂടിയ ഉപ്പിട്ട് ബാലൻസ് ചെയ്യുന്ന പോലെ. കണ്ണിൽ കണ്ണിൽ നോക്കും നേരം ഇതെന്തോ ഞാനലഞ്ഞ വഴിയരികുകൾ പൂവാൽ മൂടി ഞാൻ മറന്ന പ്രിയവരികളിൽ തേൻ തൂകി നീ നാനൻ 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 നാനാ. ഇതെന്തോ എന്നും മുന്നിൽ കാണുമ്പോൾ എന്നുള്ളം തുള്ളിത്തു